സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്ന അത്രയും മാധുര്യമുള്ള ഒരു ശബ്ദം, ആ മോൻ്റെ ശബ്ദം അത്രയും മാധുര്യമുള്ള ശബ്ദം. അതിനൊത്ത് ജെൻ സി തലമുറയിലെ വിദ്യാർത്ഥികൾ സ്കൗട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. വല്ലാത്തൊരു അനുഭൂതി അത് കണ്ടപ്പോൾ. അതിനേക്കാളൊക്കെ ഉപരി ആ വരികൾ ഇതിനെക്കുറിച്ചൊന്നും എനിക്കൊരു വ്യക്തമായ ധാരണ ഇല്ല കേട്ടോ. ഇതാരെ എഴുതിയത്, ഇതാരുടെ വരികളാണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ വരികൾ എത്രമാത്രം അർത്ഥവത്തായ വരികൾ. ഇത്തരം നബിദിനം ആഗതമാകുകയാ അല്ലേ? ഈ വരുന്ന വ്യാഴാഴ്ച, അതായത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്, വരുന്ന വ്യാഴാഴ്ച മാസം കണ്ടാൽ അതോടുകൂടി റബീഉൽ അവ്വൽ ആരംഭമാകും അല്ലേ? അങ്ങനെയല്ലേ കണക്ക് ആണ്. അപ്പോൾ പുണ്യ മീലാദിൻ്റെ നാളുകളാണ് വരുന്നത്. ഇപ്പം ഇത്തരം വീഡിയോകൾ, ഈ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എല്ലാ മഹല്ലത്തുകളിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എൻ്റെ മഹല്ലത്തിലും നിങ്ങളുടെ മഹല്ലത്തിലും എല്ലായിടത്തും ഉണ്ടാകും. അപ്പോൾ ഇത്തരം പ്രാക്ടീസുകൾ, ദഫ്, സ്കൗട്ട്, വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമുകൾ, ഇപ്പോൾ ഇന്നലെ നമ്മുടെ മദ്രസയിൽ പിന്നെ ഇതിൻ്റെ മുന്നൊരുക്കമായിട്ടുള്ള സമാജമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലായിടത്തും ഇങ്ങനെ ഇതിൻ്റെ പ്രാക്ടീസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വല്ലാത്തൊരു അനുഭൂതി അത് കണ്ടപ്പോൾ അതെൻ്റെ പ്രേക്ഷകരവുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. മറ്റൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. കാരണം അതിൻ്റെ വരികളും ആ പ്രകീർത്തനങ്ങളും, മുത്ത് റസൂലിനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ആ വരികൾ കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഇങ്ങനെ വല്ലാത്തൊരു വിങ്ങൽ, ഒരു അനുഭൂതി. വിങ്ങലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്ത് റസൂലിനോടുള്ള സ്നേഹം നമ്മളെ വല്ലാതെ വികാരഭരിതരാക്കുകയാണ് ആ വരികൾ കേൾക്കുമ്പോൾ. ആ പൊന്നു മോൻ്റെ ആ സൗണ്ട് കൂടി, ആ ശബ്ദം, മാധുര്യമുള്ള ശബ്ദം. അപ്പോൾ അതിങ്ങനെ കേട്ടപ്പോൾ ഒരുപാട് തവണ ആവർത്തിച്ച് കേട്ടോ. ഒരുപാട് സമയമൊന്നുമില്ല. അത് കഴിഞ്ഞു പോകല്ലേ, തീർന്നു പോകല്ലേ എന്ന് വീണ്ടും ആഗ്രഹിച്ചു പോയി. ആകെ ഒരു മിനിറ്റ് കുറച്ചുള്ള വളരെ ചെറിയ ഒരു ക്ലിപ്പാണ്. അതങ്ങനെ അങ്ങ് അവസാനിച്ചു പോകല്ലേ, കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ, അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോവുക. കാരണം അത്രമാത്രം ഒരു അനുഭൂതി, ഒരു വല്ലാത്തൊരു ശാന്തത അല്ലേ? മുത്ത് റസൂലിനെ കുറിച്ച് പറയുമ്പോൾ വല്ലാത്തൊരു ശാന്തത, വല്ലാത്തൊരു അനുഭൂതി. മനസ്സും പലപ്പോഴും കണ്ണും നിറയിപ്പിക്കുന്ന വരികൾ. ഇതങ്ങനെയാണല്ലോ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇങ്ങനെ പ്രകീർത്തിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു വിശ്വാസിക്കുണ്ടാകുന്ന ചില അനുഭൂതികളുണ്ട്, ചില വികാരങ്ങളുണ്ട്. അതുണ്ടാവണം. അത് ഉണ്ടാവാതെ പോയി കഴിഞ്ഞാൽ
നമ്മുടെ വിശ്വാസം എത്രത്തോളാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. കാരണം വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാ. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് മാത്രം പറയുന്നതിൽ വിശ്വാസിയാകൂല. ആകുമോ? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. 2 ഫാക്ടറാണുള്ളത് വിശ്വാസിയാകാൻ. ഒന്ന്, പടച്ച റബ്ബിൽ വിശ്വസിക്കണം. രണ്ടാമത്തതോ, അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അല്ലേ? ഈ അറബിക്ക് ഗ്രാമറൊക്കെ പഠിച്ച ആളുകളുണ്ടല്ലോ, അവരോട് ചോദിച്ചാൽ ആ ഒരു പ്രയോഗത്തിൻ്റെ, ആ തേക്കീദിൻ്റെ ആ ഒരു പ്രയോഗത്തിൻ്റെ ആഴം എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാകും. നമുക്ക് പിന്നെ അതിനെക്കുറിച്ചൊന്നും, ഈ ഗ്രാമറിനെ കുറിച്ചൊന്നും വലിയ പിടിപാടുകളില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു, ആ അഷ്ഹദു ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുമോ? ഈമാന് പൂർണ്ണമാകുമോ? വിശ്വാസിയാകുമോ? ആകുമോ? ഇപ്പോൾ ഒരാൾ പറയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ റസൂലാണെന്ന് വിശ്വസിക്കാതെ ഒരു മനുഷ്യൻ്റെ വിശ്വാസം പൂർണ്ണമാകില്ല, അവൻ മുഅ്മിനാവില്ല. അതാവണമെങ്കിൽ ഈ പറയുന്ന അള്ളാഹ് പടച്ച തമ്പുരാനാണെന്ന് വിശ്വസിക്കുമ്പോൾ അതോടൊപ്പം അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ് എന്നുകൂടി നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ട് വരും. അത് വിശ്വസിച്ചാൽ മാത്രമേ ആ ഫസ്റ്റ് സ്റ്റെപ്പ് പോലും കംപ്ലീറ്റ് ആവുകയുള്ളൂ, അല്ലേ? അങ്ങനെയാണല്ലോ. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അത് മതി വരാതെ വരിക. അങ്ങനെ വരണം കേട്ടോ. കാരണം അത് കേൾക്കുമ്പോഴും ഒരു നിർവികാരനായി, ഒരു അനുഭൂതിയും ഒരു വികാരങ്ങളും അവൻ്റെ മനസ്സിലേക്ക് വരുന്നില്ലെങ്കിൽ, കടന്നു വരുന്നില്ലെങ്കിൽ 1000 തവണ ചിന്തിക്കണം കേട്ടോ. നമ്മുടെ വിശ്വാസം എത്രത്തോളമുണ്ട് എന്നതിനെക്കുറിച്ച് 1000 തവണ ചിന്തിക്കേണ്ടതായിട്ട് വരും. എപ്പോ? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു വികാരങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ല, നിങ്ങൾ വികാരഭരിതനാകുന്നില്ല, നിങ്ങൾക്കൊരു അനുഭൂതിയും ലഭിക്കുന്നില്ല എങ്കിൽ ആ വിശ്വാസം എത്രത്തോളമാണ് അളക്കേണ്ട സമയം, മെഷർ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനേക്കാളൊക്കെ ഉപരി ഞാൻ ഇതൊക്കെ പറയുമ്പോഴും എന്നെ ഇങ്ങനെ അലട്ടിയ, എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്താ അറിയോ? ഇതിപ്പോൾ ഏത് നാട്ടിൽ നിന്നാണ്, ഏത് മഹല്ലത്തിലാണ്, ഏത് മഹല്ലത്തിലെ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇവരാരും മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളല്ല, മദ്രസ പഠനങ്ങൾ കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഏത് മഹല്ലത്തിൽ നിന്നാണെന്നൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ പല വാർത്തകളും എല്ലാ ദിവസവും പല വാർത്തകൾ കേൾക്കാറുണ്ട്, അല്ലേ? ആ വാർത്തകൾ കേൾക്കുമ്പോൾ വല്ലാതെ മനസ്സിനെങ്ങനെ അസ്വസ്ഥമാക്കും. പലതും വല്ലാത്ത അസ്വസ്ഥതയുണ്ടാകും നമുക്ക് മനസ്സിൽ. കാരണം എന്താ? ആ വാർത്തകൾ അത്ര സുഖകരമായ വാർത്തകളായിരിക്കില്ല എന്നുള്ളതാണ്, അല്ലേ? പല ആളുകൾ, പല കേസുകൾ, പല പ്രശ്നങ്ങൾ, പല പ്രവൃത്തികൾ, അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു പിടിച്ചു, ഇങ്ങനെ ചെയ്തു പിടിച്ചു, അത് അങ്ങനെ ആക്കി, ഇങ്ങനെ ആക്കി, അവനാണ്, ഇവനാണ്, മറ്റവനാണ്, മറിച്ചവനാണ്, അവൻ ഇന്ന നാട്ടുകാരനാ, ആ നാട്ടുകാരന്, ഇവിടുത്തെ നാട്ടുകാരനാ, അപ്പുറത്തെ നാട്ടുകാരനാ, അങ്ങനെ പല വാർത്തകൾ. അസ്വസ്ഥതയുണ്ടാവാറില്ലേ? ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. എന്താണ്? ഇന്നിൻ്റെ തലമുറയിൽപ്പെടുന്ന എൻ്റെ ഉമ്മത്തിലെ തലമുറ ഇങ്ങനെയാണോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും. ഇത് തലമുറയുടെ പ്രശ്നമൊന്നുമല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറയുകയാണെന്ന് നിങ്ങൾ കരുതണ്ട. ഇതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഉമ്മത്തിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ട വളർന്നു വരുന്ന ഒരു പറ്റം ആളുകൾ, അവർ പല രീതിയിൽ, പലയിടങ്ങളിൽ, പല വാർത്തകളിൽ കാണപ്പെടുമ്പോൾ വല്ലാത്തൊരു വേദനയാണ്, വല്ലാത്തൊരു അസ്വസ്ഥതയാണ് നമുക്ക്. അവിടെയാണ് ഇല്ല, ജൻസിയും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ടവരാണ്,
അവർക്ക് അള്ളാഹിൻ്റെ റസൂലിനോട് അത്രയും മഹബത്തുണ്ട്, ഹബ്ബുണ്ട്, അശിക്കീങ്ങളാണ്, ഇഷ്കുണ്ട് അള്ളാഹിൻ്റെ റസൂലിനോട് എന്നുള്ളത് ഇങ്ങനെ വിളിച്ചോതുക. ഞാൻ ഈ മക്കളെ കാര്യത്തിലൊന്നല്ല പറയുന്നത് കേട്ടോ. ഈ മക്കൾ ഇതുപോലെ 1000 വീഡിയോകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടാവും അല്ലേ? ഇത് അതിൽ ഒന്ന് മാത്രമാണ്. ഞാനിപ്പോൾ ഇന്ന് വേറെ ഒന്ന് കണ്ടു. അങ്ങനെ ഒരുപാടെണ്ണം ഞാനിന്ന് കണ്ടു. ഞാനിപ്പോൾ ഇന്ന് അങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പല വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് മീലാദുൻ നബി, മീലാദുൻ നബി, ഏതാണാ നബി, ഏതാണാ നബി, ഏതാണാ നബി. മങ്കൂസ് മൗലൂദിലെ ഒരു വരിയുണ്ട്. ആ വരി മുൻസു അൽഫൈ ആമിൻ എന്നാ പറഞ്ഞത്. മുൻസു അൽഫൈ ആമിൻ. ഇങ്ങനെ ആ മങ്കൂസ് മൗലൂദിൻ്റെ ഓരോ വരികളിലും ഇങ്ങനെ ഓരോ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഫീ സുൽബി ആദം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നിടത്ത് ആദം നബിയേക്കാൾ 2000 വർഷം മുമ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ചരിത്രങ്ങൾ പറയുന്നിടത്ത് അതാണ്, അവിടെയാണ് മീലാദുൻ നബി എന്ന് പറയുന്ന മുത്ത് റസൂലിൻ്റെ ജന്മദിനം. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. മുൻദു അൽഫൈ ആമിൻ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് തന്നെ കാരണഭൂതനായിട്ടുള്ള മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്ത് റസൂലിനോടുള്ള മഹബത്ത് ജൻസിക്കും ആൽഫ ജനറേഷനും അവരുടെ മനസ്സുകളിലും മുത്ത് റസൂലിന് സ്ഥാനമുണ്ടെന്ന് നമ്മളിങ്ങനെ കാണുമ്പോൾ പല വാർത്തകളും നമ്മൾ അസ്വസ്ഥമാക്കിയെടുത്ത് ഇല്ല. ഒരു തലമുറയും മുത്ത് റസൂലിനെ കൈവിട്ടിട്ടില്ല എന്നുള്ളത് വല്ലാത്തൊരു അനുഭൂതിയാണ്. ഈ മക്കളൊക്കെ ഇതിനു വേണ്ടി ഇങ്ങനെ തയ്യാറെടുക്കുന്നത് കാണുമ്പോൾ, ഈ മക്കളൊക്കെ ഇതിനു വേണ്ടി ഇങ്ങനെ പ്രയത്നിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയുള്ളത് അല്ല എന്ന് ഈ മക്കൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അവരെ കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിലുണ്ട്. അതോടൊപ്പം തന്നെ അവരെല്ലായിടത്തുമുണ്ട്. ദീനിൻ്റെ കാര്യത്തിനും മുത്ത് റസൂലിൻ്റെ കാര്യത്തിനും സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കളുണ്ട്. അത് കാണുമ്പോൾ അതിനേക്കാൾ വലിയ അനുഭൂതി. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മദ്ഹ് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അതൊരു അനുഭൂതി. അതോടൊപ്പം ഈ മക്കൾ ഇതിൻ്റെയൊക്കെ ഭാഗമാകുന്നത് കാണുമ്പോൾ അതിനേക്കാൾ വലിയ അനുഭൂതി അല്ലേ? ഉണ്ടാവണടോ. ഇത് ഉണ്ടാവണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറിച്ച് വെക്കാറില്ലേ? ഇപ്പം നിങ്ങളുടെ വീടുകൾ, അല്ലെങ്കിൽ വാഹനങ്ങൾ, നിങ്ങളുടെ സ്ഥാപനങ്ങൾ, നിങ്ങളുടെ ബിൽഡിങ്ങുകൾ, അങ്ങനെ പലയിടത്തും നിങ്ങൾ ഇപ്പം നമ്മൾ കുറേ മാഷാ അല്ലാ എന്ന് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പലതും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് കണ്ടു തുടങ്ങിയ ഒരു സെൻറ്റൻസ് ഉണ്ട്, ലൈൻ ശകർത്തും ലഅസീദന്നക്കും. എന്താണ്? ലൈൻ ശകർത്തും ലഅസീദന്നക്കും അല്ലേ? ഞാൻ അതിൻ്റെ ചർച്ചകളിലേക്ക് പോകുന്നില്ല. അങ്ങനെ പലതും എഴുതി വെച്ചത് കാണുന്നിടത്ത് ഇനി നിങ്ങളുടെ മനസ്സിൽ എഴുതി വെക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. എന്താണെന്നറിയോ? ഇൻത മാമൻ അഹ്ബബ്ത, ഇൻത മാമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെയാണ്. എപ്പോ, എവിടെ, എങ്ങനെ? പഠിക്കണം. അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഞാനിപ്പോൾ പറയുന്നില്ല, പിന്നീട് ഒരിക്കൽ പറയാം. ഇൻതമാമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെയാണ് എന്നുള്ളതാണ് ആ വാക്ക്. അത് എവിടെ നിങ്ങൾ ആരുടെ കൂടെയാകും? എപ്പോഴാകും നീ അവരുടെ കൂടെ? എപ്പോഴാണ് നിനക്കത് ആവേണ്ടത്? നമുക്ക് ആരുടെ കൂടെ എപ്പോഴാണ് ഉണ്ടാവേണ്ടത്? മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ മാഷാ അല്ലാ എന്നും ലൈൻ ശകർത്തും ലഅസീദന്നക്കും എന്നൊക്കെ എഴുതി വെക്കുമ്പോൾ അത് എഴുതി വെക്കണ്ട എന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കോറിയിടേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എന്തറിയോ? 6 അടി മണ്ണിൽ കൊണ്ട് വെക്കുന്നത് നിങ്ങളെ വീട് വെക്കൂല, വാഹനം വെക്കൂല, ബിൽഡിങ് വെക്കൂല, ഒന്നും വെക്കൂല.
അവിടെ നിങ്ങളെ മാത്രമാണ് കൊണ്ടുപോയി വെക്കുന്നത്. ഒരു 3 കഷ്ണം തുണിയിൽ കൊണ്ടുപോയി പൊതിഞ്ഞിട്ട് വെക്കും. ആ വെക്കുന്ന സമയത്ത് ആ തുണി ഇങ്ങോട്ട് തുറന്നിട്ട് മുഖത്തിൻ്റെ ഭാഗത്തു നിന്ന് തുണി അങ്ങ് തുറന്നിട്ട് ഒരു ഉരുള മണ്ണെടുത്തിട്ട് ഉരുട്ടിയിട്ട് അതുകൂടി വെക്കും. അല്ലേ? മണ്ണിനോട് ചേർത്താണ് നമ്മുടെ കവിൾത്തടം, മണ്ണോട് മണ്ണ് ചേർത്താണ് വെക്കുന്നത്. തുണിയില്ല, തലയിണയില്ല, ഒന്നുമില്ല. അപ്പോൾ അവിടെയാണ് മനസ്സിൻ്റെ ഉള്ളിൽ അത് സ്റ്റിക്കർ ഒട്ടിച്ച പോലെ വെറുതെ ഒട്ടിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇൻ തമാമൻ അഹ്ബബ്ത അള്ളാൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇതിങ്ങനെ കേട്ടിട്ട് എനിക്ക് വല്ലാത്തൊരു ഒരു എന്താണെന്നില്ലാത്ത ഒരു രീതിയിലുള്ള അനുഭൂതിയാണ്. അത് കേട്ടിട്ടാണ് ഞാൻ നിങ്ങളത് കേൾപ്പിക്കുക. പ്രേക്ഷകർ കേൾക്കട്ടെ, കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വികാരം, എന്തെങ്കിലും ഒരു അനുഭൂതി, എന്തെങ്കിലും ഒരു ഫീലിംഗ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ആരോടും പറയണ്ട, സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഉണ്ടാകും. കാരണം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ് എന്ന് പറയുന്നവർ കേൾക്കുമ്പോൾ ഒരു അനുഭൂതി ഉണ്ടാകും. അതിലൊരു തർക്കമില്ല. അപ്പോൾ ഇതൊക്കെ അപ്പോൾ അതിങ്ങനെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറയാ, അതിൻ്റെ ഫുള്ള് ഞാൻ കുറേ ഇങ്ങനെ അന്വേഷിച്ച് നോക്കി, ഇല്ല, കിട്ടുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഞാനത് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. അത്രമാത്രം മാധുര്യമേറെ ശബ്ദത്തിൽ ആ മോനതിങ്ങനെ പാടി പറയുമ്പോൾ അതിനോട് ചേർന്ന് ആ മക്കൾ അതിന് ചുവട് വെക്കുന്നു. ആ മക്കൾ സലാത്ത് ചൊല്ലുന്നത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി അല്ലേ? കൈവിടുവോ പടച്ച തമ്പുരാൻ? കൈവിടില്ലടോ. എങ്ങനെ കൈവിടാനാ? മുത്ത റസൂൽ ഇവിടെ ഉണ്ടോ? കൈവിടൂല.